ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു മീൻകറി റെസിപ്പിയാണ് നോക്കാൻ പോകുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്ന മീൻ ശീല എന്ന് പറയുന്ന മീനാണ്. നല്ല മാംസമുള്ള മീനായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചധികം ആൾക്കാരൊക്കെ വീട്ടിൽ വരുന്ന സമയത്ത് തയ്യാറാക്കാൻ പറ്റിയ ഒരു മീൻകറിയാണ്. നമുക്കപ്പോൾ മീൻകറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പം ആദ്യം ഞാൻ കുറച്ച് കുടംപുളി ആവശ്യത്തിന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി എന്നിവ ചതച്ചെടുത്ത് മാറ്റി വെക്കാം. ആവശ്യത്തിന് വേപ്പിലയും എടുത്ത് വെക്കാം. പിന്നെ നമുക്ക് അരപ്പിനായിട്ടുള്ള സാധനങ്ങളാണ് ഉള്ളി, ഉണക്കമുളക്, തേങ്ങ എന്നിവ. ഇത് ഞങ്ങളുടെ കല്ലുകുട്ടിയാണ്. ഇവളെപ്പോൾ ഞങ്ങൾ അടുക്കളയിൽ പോയി ജോലി ചെയ്താലും അപ്പോൾ അവൾ കൂടെ ഉണ്ടാവും. ഇവളുള്ളതുകൊണ്ട് സമയം പോണത് അറിയില്ല, നമ്മൾ ജോലി ചെയ്ത് അങ്ങനെ നീങ്ങുന്നത് അറിയില്ല. നല്ല രസമാണ് അവൾക്ക്. എന്തെങ്കിലും കഴിക്കാനൊക്കെ നമ്മൾ ഉണ്ടാക്കണതിൻ്റെ കൂട്ടത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ അവളങ്ങനെ കൂടെ ഇരുന്നോളൂ ഒരു കൂട്ടായിട്ട്. അപ്പോൾ നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ തിളച്ച് വരുന്നതിന് ശേഷം ഞാൻ കുറച്ച് ഉലുവാപ്പൊടി ഇടുന്നുണ്ട്. ഉലുവാപ്പൊടി നല്ലപോലെ മൂത്തതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ വേപ്പില എന്നിവ ചേർക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വാട്ടി മൂപ്പിച്ചെടുക്കുക. ഉള്ളി മൂത്ത് വന്നതിന് ശേഷം ഞാൻ നേരത്തെ കുറച്ച് പൊടികൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം. അതിന് 2 സ്പൂൺ വെള്ളം ചേർത്ത് നമുക്കൊന്ന് പേസ്റ്റ് പരുവത്തിൽ മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സ് ചെയ്ത അരപ്പ് നമുക്കൊന്ന് ഈ മൂപ്പിച്ച് വെച്ച ഉള്ളിയിലിട്ട് നല്ലപോലെ ഈ അരപ്പ് നല്ലപോലെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അത് നല്ലപോലെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഈ അരപ്പ് നല്ലപോലെ ഒന്ന് തയ്യാറായി വന്നതിന് ശേഷമാണ് നമ്മൾ ഈ പിന്നെ പുളിയും നമ്മുടെ അരപ്പൊക്കെ ചേർക്കേണ്ടത്. അരപ്പെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ തേങ്ങ എടുത്ത് വെച്ചിട്ടില്ലേ, അത് നമുക്കൊന്ന് അരച്ച് ചേർക്കണം. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഈ അരപ്പൊന്ന് മൂപ്പിച്ചെടുക്കാം. അരപ്പ് മൂത്ത് എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്തേക്ക് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. തേങ്ങയും 2 കഷ്ണം ഉള്ളി, പിന്നെ ഉണക്കമുളക് എന്നിവ ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ല പോലെ അരച്ചെടുക്കാം. ഒരു തരി പോലും ഇല്ലാതെ നല്ലപോലെ അരച്ചെടുത്തിട്ട് വരാം. അപ്പം നമ്മൾ ഈ അരച്ചെടുക്കുന്ന സമയത്തേക്ക് നമ്മുടെ ഈ അരപ്പ് നമ്മൾ നേരത്തെ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ടില്ലായിരുന്നു, അത് നല്ലപോലെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ടാകും. ആ സമയത്ത് നമുക്ക് ഈ അരച്ചെടുത്ത അരപ്പും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നിങ്ങൾക്ക് എത്രയാണ് ചാറ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർക്കാം. ഞാനിവിടെ കുറച്ചധികം വെള്ളം ചേർക്കുന്നുണ്ട്, കാരണം ഞാൻ എടുത്തിരിക്കുന്ന മീൻ കഷ്ണം നല്ല വലിയ മീൻ കഷ്ണമാണ്. അപ്പോൾ അതൊന്ന് മുങ്ങിക്കിടന്ന് വെന്ത് വരണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അധികം വെള്ളം ചേർക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഒന്ന് ചട്ടി തുറന്ന് വെച്ചിട്ട് നല്ലപോലെ തിളച്ച് വരട്ടെ. ഒന്ന് ചാറ് തിളച്ച് വരുന്ന ആ പച്ചമണം എല്ലാം നമ്മൾ ഈ അരച്ച് ചേർത്ത തേങ്ങയുടെ പച്ചമണം കൂടെ മാറി വന്നതിന് ശേഷം മാത്രം നമ്മൾ മീൻ ചേർക്കാം. അപ്പോഴേക്കും നമ്മൾ ചേർത്ത പുളിയൊക്കെ നല്ലപോലെ ഒന്ന് ചാറിൽ പിടിക്കും. അപ്പോൾ എൻ്റെ അരപ്പൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മീനിപ്പോൾ ഇതിലിട്ട് കൊടുക്കുകയാണ്. നല്ല വലിയ കഷ്ണങ്ങളായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു മുങ്ങിക്കിടക്കാനായിട്ട്. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുക, അത് നല്ലപോലെ എല്ലാ കഷ്ണങ്ങളും ചാറിൽ കിടന്നതിന് ശേഷം മാത്രം തീ കൂട്ടി വെച്ച് ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കാം. ആദ്യം ഒന്ന് കുറച്ച് തീ കൂട്ടി വെച്ച് തിളച്ച് വരട്ടെ. ആ തിളച്ച് വരുന്ന സമയത്തേക്ക് ഞാൻ കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു. അപ്പം പാത്രം കഴുകി അതൊന്ന് മൂടി വെച്ച് വേവിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു മൂടി കഴുകിയെടുക്കുമ്പോഴേക്കും അപ്പോഴും നമ്മുടെ കല്ലുക്കുട്ടി ഓടി വന്നു. അവളിങ്ങനെ നമ്മുടെ മേത്ത് എവിടെയെങ്കിലും ഇങ്ങനെ ഇരുന്നോളും. അവൾക്കൊരു രസം, നമുക്കും സമയം പോകണതറിയില്ല. അപ്പോൾ ഞാൻ കറി അപ്പോൾ ഒന്ന് തിളച്ച് പറ്റാനായിട്ട് അടുപ്പിൽ വെക്കുന്ന സമയത്ത് 2 കഷ്ണം വറുക്കാമെന്ന് വിചാരിച്ച് വറുക്കാനായിട്ട് കുറച്ച് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഈ സമയത്തേക്ക് ഞാനൊന്ന് തുറന്ന് നോക്കിയപ്പോഴേക്കും നമ്മുടെ കറിയുടെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് ചാറ് എത്ര വേണ്ട അതിനനുസരിച്ച് നമുക്ക് പറ്റിച്ചെടുക്കാം. എണ്ണ തെളിഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അധികം ചാറ് ഇഷ്ടമാണെങ്കിൽ അപ്പോൾ തന്നെ കറി കുറച്ച് ചോറും കുറച്ച് കറിയും ഒക്കെ എടുത്തിട്ട് നമുക്ക് ഇന്നത്തെ ഊണങ്ങനെ കഴിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, കമൻറ്റ് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ശരി, അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.